നിയ എന്നു പേരുള്ള ഒരു മിടുക്കി പെൺകുട്ടിയുണ്ടായിരുന്നു. പഠനത്തിൽ മുൻപന്തിയിൽ, കൂട്ടുകാർക്ക് പ്രിയപ്പെട്ടവൾ. പക്ഷേ ആരും കാണാത്ത ഒരു വശം അവൾക്കുണ്ടായിരുന്നു. ക്ലാസ്സിലെ ശാന്തരായ കുട്ടികളോട് അവൾ ക്രൂരമായി പെരുമാറി. കളിയാക്കുകയും പെൻസിലുകൾ തട്ടിയെടുക്കുകയും ചെവിയിൽ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുകയും ഒക്കെ ചെയ്യും. എന്നിട്ട് ടീച്ചർമാർ വരുമ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ നിൽക്കും. ഒരു ദിവസം പതിവില്ലാതെ അവളെ പ്രിൻസിപ്പാളിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അവൾ ഞെട്ടിപ്പോയി. അച്ഛനും അമ്മയും അവിടെ മുൻപേ എത്തിയിരുന്നു. പ്രിൻസിപ്പൽ ശാന്തനാണെങ്കിലും ദൃഢമായി പറഞ്ഞു, മറ്റു കുട്ടികളോട് നിരന്തരമായി മോശമായി പെരുമാറിയതുകൊണ്ട് ഞങ്ങൾ നിയയെ സസ്പെൻഡ് ചെയ്യുകയാണ്. നിയ അച്ഛനെയും അമ്മയെയും ഉറ്റുനോക്കി. അവർ എന്തെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവർ നിശബ്ദരായിരുന്നു. അടുത്ത ദിവസം രാവിലെ അച്ഛനും അമ്മയും അവളെ നഗരത്തിലെ ഒരു കുട്ടികളുടെ അഭയകേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. അച്ഛൻ പറഞ്ഞു, ഇന്ന് നമ്മൾ ഇവിടെയാണ് സമയം ചെലവഴിക്കാൻ പോകുന്നത് മോളെ. ഇവിടെയുള്ളവരെ സഹായിക്കണം, വൃത്തിയാക്കണം, സാധനങ്ങൾ അടുക്കി വെക്കണം, അവർക്ക് എന്താണോ വേണ്ടത് അതെല്ലാം ചെയ്യണം. നിയക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ എന്തിന്? അവളുടെ അമ്മ സ്നേഹത്തോടെ മറുപടി നൽകി, ദയ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന ഒന്നല്ല മോളെ, അത് നമ്മൾ സ്വയം അനുഭവിച്ചറിയണം. അതിനുശേഷം നിയ സ്കൂളിലേക്ക് മടങ്ങിയെത്തി. പക്ഷേ അവളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിരുന്നു. ശാന്തരായ കുട്ടികളെ അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. മാറി നിൽക്കുന്നതിനു പകരം അവർക്ക് വേണ്ടി സംസാരിക്കാൻ അവൾ മുന്നോട്ട് വന്നു. അവൾ വെറുതെ സ്കൂളിലേക്ക് മടങ്ങുകയായിരുന്നില്ല. അവൾ കൂടുതൽ നല്ലൊരാളായിട്ടാണ് തിരിച്ചെത്തിയത്. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ നല്ല കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.